പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 3-ാം അധ്യായം 8-ാം വചനം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. കർത്താവ് പറയാണ്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. സ്നാപയോഹന്നാൻ പറയുകയാണ്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും ദൈവം പറയുകയാണ്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. നമ്മളെ ദൈവം ഒരുക്കിയ മുന്തിരിത്തോട്ടത്തിൽ നട്ടെങ്കിൽ നമ്മൾ ഫലമുള്ളവരായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് മാനസാന്തരത്തിന്റെ ഫലം നമ്മളിൽ വേണം. മാനസാന്തരം മനസ്സ് മാറി പുതുക്കം പ്രാപിച്ച് പുതിയ സൃഷ്ടിയായി ദൈവത്തോട് കൂടെ ജീവിക്കുന്ന ഒരു ദൈവിക അനുഭവത്തിന്റെ അകത്ത് നമ്മൾ ആയിരിക്കുന്ന ഒരു അനുഭവം നമ്മൾ മേൽ വെളിപ്പെടണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹമാണ്. മനസ്സ് എല്ലാറ്റിനേക്കാൾ അധികം വിദൂരത്തിൽ കടന്നു പോകുന്നതാണ്. നമ്മൾ ദൈവവചനം കേൾക്കുന്നത് ഹൃദയത്തിലും മനസ്സിലും ഉണ്ടാകണം. മനസ്സ് ശുദ്ധമല്ലെങ്കിൽ ശരീരം മുഴുവൻ അശുദ്ധമുള്ളതാകും. എന്ന് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. നമുക്ക് ആരൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിനേക്കാളൊക്കെ യോഗ്യത എന്നെ വിളിച്ച ദൈവത്തിന്റെ കൂടെ ഞാൻ എൻ്റെ മനസ്സിനെ മാറ്റി. ഒരിക്കൽ സക്കായി എന്ന മനുഷ്യൻ യേശുവിനെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടെ ഒരു മരത്തിന്റെ മുകളിൽ കയറി. അപ്പോൾ യേശു അതിൻ്റെ ചുവട്ടിൽ വന്ന് അവനോട് പറഞ്ഞു, സക്കായി, ഇന്ന് ഇറങ്ങി വാ, നീ എന്നെ കാണാനല്ലേ വന്നത്? ഇതാ ഞാൻ നിന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു യേശുവിനെ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, മാനസാന്തരത്തിന് നമ്മൾക്ക് എങ്ങനെ മാനസാന്തരപ്പെടണം എന്നൊന്നും ചിന്തിക്കേണ്ട. യേശുവിനെ കാണാനൊന്ന് ആഗ്രഹിച്ചാൽ മതി. എനിക്ക് യേശുവിൻ്റെ കൂടെ ജീവിക്കണമെന്നൊന്ന് ആഗ്രഹിച്ചാൽ മതി. എനിക്ക് യേശുവിനെ വേണമെന്നൊന്ന് ആഗ്രഹിച്ചാൽ മതി. എനിക്ക് യേശുവിൽ ജീവിക്കണമെന്നൊന്ന് ആഗ്രഹിച്ചാൽ മതി. എന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി. യേശു ആ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ നിന്നോടുകൂടെ താമസിക്കാൻ വരികയാണ്. അപ്പോൾ ആ മനുഷ്യന് അപ്പോൾ മനസ്സിലായി, പാപമില്ലാതെ ഈ ലോകത്തിൽ കടന്നു വന്ന ദൈവമായ കർത്താവാണവൻ. ഞാൻ അവൻ്റെ കൂടെ വസിക്കണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്ത്? ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തെങ്കിൽ അത് 4 ഇരട്ടി, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അടുത്ത വാചകം പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, മാനസാന്തരത്തിന് നമ്മൾ വിദൂരത്തിലേക്കൊന്നും പോകേണ്ട. യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വരാമോ? യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വരാമോ? ധൂർത്തപുത്രനായ മനുഷ്യനെ കുറിച്ച് ബൈബിൾ പറയുന്നത് കേട്ടില്ലേ? അപ്പന്റെ കൂടെ താമസിച്ച് അപ്പന്റെ സ്വത്ത് മുഴുവനുമായി കടന്നുപോയ മനുഷ്യൻ ആരാലും തള്ളപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് അവന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാരുണ്ട്. ഞാൻ എൻ്റെ അപ്പന്റെ മകൻ എന്നുള്ള യോഗ്യത എനിക്കില്ല, കാരണം ഞാൻ പാപം ചെയ്തു പോയി. അവന്റെ ദാസന്മാരിൽ ഒരുവനായിട്ട് എന്നെ അങ്ങ് സ്വീകരിക്കണം. കർത്താവേ,
സ്വർഗത്തിനും അങ്ങേക്കും എതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്ന് എപ്പോഴാണ് ആ ധൂർത്തപുത്രന്റെ മനസ്സിൽ തീരുമാനം വന്നത്, അപ്പോൾ പിതാവ് മകനെയും കാത്തിരിക്കുന്നതാ കാണാൻ കഴിയുന്നത്. മാനസാന്തരം എന്ന് പറയുന്നത് എൻ്റെ കർത്താവിനെ കാണാനും എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാനും എൻ്റെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ്. ആഗ്രഹം വരുമ്പോൾ ആഗ്രഹപ്രകാരം നമ്മൾ മുന്നോട്ട് കടന്നു പോകുന്ന വഴിയാണ് മാനസാന്തരം. ആ മാനസാന്തരത്തിന് ഫലം ഉണ്ടാകുന്നത് ആ കർത്താവിനെ കണ്ടുമുട്ടി അവനോടുകൂടെ ജീവിക്കുമ്പോൾ ആ ധൂർത്തന് കൊടുത്ത ആ മോതിരവും ചെരുപ്പും ആ കാളക്കുട്ടിയെ കൊണ്ടുള്ള സദ്യയും ആ പിതാവിനോട് കൂടിയുള്ള ജീവിതമാണ് ഫലം. ഈ ഒരു അനുഭവം നമ്മളിൽ വെളിപ്പെട്ടാലുണ്ടല്ലോ, നമ്മളിലും ഈ മാനസാന്തര അനുഭവം ഉണ്ടാകും. എൻ്റെ മനസ്സ് മാറണം, ജീവിതം മാറണം, ക്രിസ്തുവിൽ ജീവിക്കണം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പഴയ മനുഷ്യന്റെ പ്രവൃത്തികളെ ക്രൂശിൽ യേശു ക്രിസ്തുവിനോട് കൂടെ ഏൽപ്പിച്ച് എൻ്റെ കർത്താവിനെ കണ്ടനുഭവിച്ച് ജീവിക്കാനുള്ള ഒരു ഭാഗ്യവും കൃപയും ഇന്ന് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.